ആതിര മിസ് ആണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്, നമ്മുടെ മലയാള എക്സാം ഇതാ ഇങ്ങ് എത്താറായി. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ എക്സാമുകളൊക്കെ? സെറ്റ് ആയിരുന്നോ? നമുക്ക് മലയാള എക്സാം അടിച്ചു പൊളിച്ച് എഴുതണം അല്ലേ? നല്ല മാർക്കോടെ തന്നെ ഓരോരുത്തരും പാസ്സാവണം. ഓക്കെ, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോരോ ആക്ടിവിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് പഠിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ രീതിയിൽ എഴുതി കഴിഞ്ഞാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അല്ലേ? അല്ലാതെ വെറുതെ അങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് തോന്നിയ മുഴുവൻ എഴുതി കഴിഞ്ഞാൽ അതിൽ അതിൻ്റെതായ മാർക്ക് കിട്ടുമോടാ? ഇല്ല അല്ലേ? അപ്പൊ പിന്നെ ആ ഒരു എന്താ പറയാ, ഇപ്പൊ കുറിപ്പാണെങ്കിൽ ആ കുറിപ്പ് എഴുതേണ്ട രീതിയിൽ എഴുതി കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്റെ മക്കൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള ഓരോ ടിപ്സ് ആയിട്ടാണ് മിസ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കിടന്ന് കളിക്കണത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണടാ? കുറിപ്പ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു തരാനാണ് കേട്ടോ മിസ് ഇന്ന് വന്നിരിക്കുന്നത്. യെസ്, ഉദ്ദേശ്യവും ലക്ഷ്യവും വ്യക്തമാക്കുക. എന്തിനെ കുറിച്ചാണോ നിങ്ങളോട് കുറിപ്പ് എഴുതാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഉദ്ദേശ്യവും അതേപോലെ തന്നെ അതിന്റെ ലക്ഷ്യവും വ്യക്തമാക്കിയിട്ട് വേണം നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെയോ ആവശ്യമായ വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ലടാ. ഇപ്പം ഒരു നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഒരു 10 മാർക്കിനുള്ള സംഭവം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ 5 മാർക്കിന്റെ കാര്യങ്ങളാണ് ഒരു 3 വരി, ഒരു 4 വരിയാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ. ഒരുപാട് എഴുതുന്നതിലല്ല കാര്യങ്ങൾ കണ്ടന്റിലാണ് കാര്യം കേട്ടോ മക്കളെ. ആവശ്യമായ വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. മുഖ്യ കാരണങ്ങൾക്ക് മുൻഗണന നൽകുക. അതിലുള്ള മുഖ്യ കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അതിന് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. എളുപ്പമുള്ള ഭാഷ ഉപയോഗിക്കുക. വളരെ എളുപ്പമുള്ള വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കാം. പിന്നെയോ ആകർഷകമായ തുടക്കവും അവസാനവും കൊടുക്കുക. ആകർഷകമായിട്ടുള്ളതില്ലേ, അത് വായിക്കുമ്പോൾ ആ ഒരാളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ആകർഷകമായിട്ടുള്ള ഭാഷ കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ സെറ്റാണ് കേട്ടോ. അതിനുള്ള തുടക്കവും അവസാനവും ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കും പറയുമ്പോൾ എന്തിനെ കുറിച്ചാണ് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞത് വെച്ചാൽ അതിനെ ഒരു ഹെഡിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ പവർ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കുറിപ്പ് തയ്യാറാക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് അല്ലേ? അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയൊക്കെ വെച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരിക്കും. മിസ് പറയുന്ന വാക്കാണ് കേട്ടോ, മിസ് തരുന്ന വാക്കാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ മിസ്സിന്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.